Hello everyone, welcome back to my channel. റുഡിയർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് റൈറ്ററിൻ്റെ ഇഫ് എന്നൊരു പോയട്രിയാണ് ഈ വീഡിയോയിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. റുഡിയർഡ് കിപ്ലിംഗ് ഒരു ഫേമസ് പോയറ്റാണ്. അദ്ദേഹത്തിന് 1907 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. ലിറ്ററേച്ചറിന് ഉള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ് മൗഗ്ലി എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നത്, ദ ജംഗിൾ ബുക്ക്. മൗഗ്ലി എന്നൊരു ക്യാരക്ടറിനെ വോൾസ് ജംഗിളിൽ വളർത്തുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്റ്റോറി കളക്ഷനാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഫേമസ് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഇഫ് എന്ന പോയട്രി. ഒരു ഫാദർ സണ്ണിന് കൊടുക്കുന്ന അഡ്വൈസസ് ആണ്. അച്ഛൻ മകനെ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് മാൻ ആയിരിക്കുക, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന പോയട്രിയാണ് ഇഫ്. ഇതിൽ നോക്കിയാൽ അറിയാം, ഇഫ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് വരികളുണ്ട്. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് വരിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ നിനക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാൻ ആയി മാറാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര നോളജും മെസ്സേജൊക്കെ തരുന്നൊരു പോയട്രിയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ഡൈഡാക്റ്റിക് പോയം എന്നും പറയാം. നമുക്ക് പോയട്രിയിലേക്ക് കടക്കാം. If you can keep your head when all about you are losing theirs and blaming it on you. നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കണം. അതായത് ചുറ്റും നിൽക്കുന്നവരെല്ലാം ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും, അതായത് പല സിറ്റുവേഷൻസ് വരാം, പല ആളുകൾ വരെ നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ആ ഒരു കാംനെസ് ഒന്നും പോവാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലെവൽഡായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കണം. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ നിങ്ങളെ സംശയിച്ചാൽ പോലും സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യണം. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു. പക്ഷേ മറ്റുള്ളവർ നമ്മളെ സംശയിക്കുന്നതിന് അലവൻസ്, അതായത് അത് അനുവദിക്കണം. മറ്റുള്ളവർ സംശയിച്ചോട്ടെ, അത് അനുവദിച്ചു കൊടുക്കുക. പക്ഷേ നമ്മളിൽ തന്നെ ഒരു ട്രസ്റ്റ് നമ്മൾക്ക് വേണം. മറ്റുള്ളവരെല്ലാവരും സംശയിച്ചാലും നമുക്ക് നമ്മളെ വിശ്വാസം വേണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. നമ്മൾ കാത്തിരിക്കണം, അതായത് ക്ഷമ വേണം നമുക്ക്. നമ്മൾ കാത്തിരുന്ന് ടയേർഡ് ആവരുത്. നിങ്ങൾ കാത്തിരിക്കണം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് വേണം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓർ ബീങ് ലൈറ്റ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അതായത് നിങ്ങളെപ്പറ്റി ഒരുപാട് ആളുകൾ ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങൾ കള്ളത്തരമൊന്നും പറയരുത്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഡീലിങ് ചെയ്യരുത്. കള്ളം നുണ പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. നിങ്ങളെ മറ്റുള്ളവർ ഹേറ്റ് ചെയ്തേക്കാം, വെറുത്തേക്കാം. എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്നെ ഒരാൾ വെറുത്തു, ഞാൻ തിരിച്ചും വെറുക്കാണ്, അങ്ങനെ ഒരു ഹേറ്റിങ്ങിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങളെ വെറുത്തോട്ടെ, പക്ഷേ തിരിച്ച് നിങ്ങൾ അതേപോലെ തന്നെ വെറുക്കരുത്, ഹേറ്റ് ചെയ്യരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. അതായത് ഏറ്റവും നല്ലൊരാളെ പോലെ നിങ്ങൾ അങ്ങനെ ആവണമെന്നില്ല. ഏറ്റവും നല്ലതാണ് അയാൾ എന്ന് അങ്ങനെ തോന്നുന്ന പോലെ ഒന്നും ചെയ്യണം എന്നില്ല. അതേപോലെ നോർ ടോക്ക് ടു വൈസ്, ഒരുപാട് അറിവുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നും ഇല്ല. വൈസ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, അപ്പോൾ ഭയങ്കര അറിവുള്ളവരെ പോലെ തന്നെ സംസാരിക്കണമെന്നും ഇല്ല. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിങ്ങൾക്ക് സ്വപ്നം കാണാം, പക്ഷേ സ്വപ്നം നിങ്ങളുടെ ഒരു മാസ്റ്റർ, അതായത് സ്വപ്നമാണ് നിങ്ങളുടെ യജമാനൻ എന്നുള്ള പോലെ ആവരുത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം, ആലോചിക്കാം, ചിന്തിക്കാം, എന്നാൽ അത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യമാണ്. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ലക്ഷ്യം, അങ്ങനെ ലക്ഷ്യങ്ങളാക്കി ചിന്തകളെ മാറ്റരുത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. നിങ്ങൾ
ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും എന്ന് പറഞ്ഞാൽ ട്രയംഫിനെയും വിജയം, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നാശം. ഇത് രണ്ട് കാര്യങ്ങളിനെയും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് കാണണം. അതായത് ഇവർ രണ്ടുപേരും ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഈ രണ്ടുപേരും ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കപട വേഷധാരികളാണ്. ഇവർ ചതിക്കും. ഓക്കെ, അതായത് സത്യം, അതിപ്പോൾ നമ്മളുടെ ട്രയംഫ് എന്ന് പറയുന്നത് സത്യമല്ല, സോറി, വിജയമായിക്കോട്ടെ, അതേപോലെ നമ്മുടെ പരാജയം ആയിക്കോട്ടെ, ഇത് രണ്ടുപേരും നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് ലൈഫിൽ കാണണം. ഒന്ന് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ഞാൻ ജയിച്ചു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് അതും അതിൽ തന്നെ എപ്പോഴും അതെന്നെ ആലോചിച്ച് അങ്ങനെ നിൽക്കരുത്. അത് ജസ്റ്റ് ഇമ്പോസ്റ്റേഴ്സ്, ചതിയന്മാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടിനെയും ഒരേപോലെ കാണാം. ജയിച്ചാലും ശരി, തോറ്റാലും ശരി, ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെ നമ്മൾ കാണണം. If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. നമ്മൾ പറഞ്ഞ സത്യമായിരിക്കാം, പക്ഷേ ഇത് നേവ്സ്, വഞ്ചകരെന്ന് പറയും. അവരത് വളച്ചൊടിച്ച് മറ്റുള്ളവർക്ക് ഒരു വഴിയായിട്ട് ഒരുക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ പലവരും വളച്ചൊടിച്ച് മാറ്റി വേറൊരു കാര്യമാക്കിയേക്കാം. ഓക്കെ. Or watch the things you gave your life to broken and stoop and build them up with worn out tools. നിങ്ങൾ ലൈഫ് കൊടുത്ത് വലിയതാക്കി, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ റെഡിയാക്കിയെടുത്തൊരു സംഭവം ചിലപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് വീണേക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. അത് പിന്നെയും നമ്മളുടെ വോൺ ഔട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് തേഞ്ഞു പോയ നമ്മുടെ പഴയ ആയുധങ്ങൾ തന്നെ എടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് ബിൽഡ് ചെയ്യണം. നമ്മുടെ എല്ലാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതായിക്കോട്ടെ, ഇത് പോയാലും ഒന്നുകൂടെ നമ്മൾ തുടങ്ങണം. അതിൽ നിന്ന് തന്നെ പിന്നെയും ബിൽഡ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യണം. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. അതായത് നിങ്ങൾക്ക് ഹീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഖരിച്ച് ഇങ്ങനെ നമ്മൾ വെക്കില്ലേ, കൂട്ടി വയ്ക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എല്ലാ വിന്നിങ്സ്, നമ്മൾക്ക് നേടിയെടുത്തത് എല്ലാം ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ പറ്റി എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളിതെല്ലാനും ഒന്ന് ഒരു ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാണയം എറിഞ്ഞ് ഭാഗ്യം നോക്കുന്നതാണ്. ചിലപ്പോൾ ഒരൊറ്റ ആ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാനും, നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയതെല്ലാനും ചിലപ്പോൾ നമ്മളുടെ ഭാഗ്യക്കേട്ടിനെല്ലാം പോയി എന്ന് വരട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നമ്മുടെ എല്ലാം ഒറ്റ നാണയം എറിയുമ്പോൾ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വന്നാലും സ്റ്റാർട്ട് അഗെയിൻ, ഒന്നുകൂടി നിങ്ങൾ തുടങ്ങണം. ബിഗിനിങ്സിൽ നിന്ന്, തുടക്കം മുതലേ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നമ്മുടെ നഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞ് കൊണ്ട് നടക്കരുത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ, അതായത് നിങ്ങളുടെ ഹാർട്ട്, നെർവ്, സിന്യു എന്ന് പറയുന്നത് നിങ്ങളുടെ മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്ന ഒരു ബോഡി പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു, ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിനോടൊരു പാഷൻ എന്നുള്ള മീനിങ്ങിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് പോയി എന്നിരിക്കട്ടെ. അതുമായിട്ട് നമ്മളുടെ ഒരു ആഗ്രഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു അതിനോടുള്ള ഒരു പാഷൻ, നിങ്ങളതിന് വേണ്ടി എടുത്ത എഫേർട്സ്, ഓക്കെ, അതിന് വേണ്ടി കൊടുത്ത എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വിൽ പവർ, നിങ്ങളുടെ വിൽ പവർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നാണെങ്കിൽ, ഹോൾഡ് ഓൺ എന്നാണ് വിൽ പവർ പറയുന്നതെങ്കിൽ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് തന്നെ നിൽക്കണം. വിട്ട് കൊടുക്കരുത്. ബാക്കിയെല്ലാം ഫിസിക്കലി ഉള്ള നമ്മുടെ സ്ട്രെങ്ത്തും മെൻ്റലി ഉള്ളതും എല്ലാം പോയിക്കോട്ടെ, ബട്ട് നമ്മൾക്ക് ഹോൾഡ് ഓൺ ചെയ്യണമെന്ന് നമ്മുടെ വിൽ പവർ, നമ്മൾക്ക് അങ്ങനെ ഒരു വിൽ പവറാണ്. നമ്മൾ നമ്മുടെ ബാക്കിയെല്ലാം പോട്ടെ, പക്ഷേ നമ്മുടെ ആ ഒരു ആഗ്രഹം അവിടെ ഉണ്ടെന്നാണെങ്കിൽ ജോലി തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാലും വിൽ പവർ നമുക്കുണ്ട്. ഹോൾഡ് ഓൺ എന്നൊരു വിൽ പവർ ഉണ്ടെങ്കിൽ യെസ്, നമ്മൾ കാര്യങ്ങൾ പിന്നീടും ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വിർച്യൂ ഓർ വാക്ക് വിത്ത് കിങ്സ് നോട്ട് ലോസ് ദ കോമൺ ടച്ച്. നിങ്ങൾക്ക് ക്രൗഡ്സിനോട് സംസാരിച്ചിട്ട് നമ്മുടെ ആ ഒരു വിർച്യൂ നമ്മൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളിപ്പോൾ
കിങ്സിൻ്റെ കൂടെയാണ് നടക്കുന്നത് എങ്കിൽ പോലും നമ്മൾ കോമൺ മെന്നായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ വിട്ടു പോയേക്കരുത്. ഇഫ് നെയ്തർ ഫോഴ്സ് nor loving friends can hurt you, if all men count with you but none too much. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അതേപോലെ നിങ്ങളുടെ എനിമീസ് എല്ലാം നിങ്ങളെ ഹേർട്ട് ചെയ്തോട്ടെ, അതേപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസ് നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ഓക്കെ, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു, അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നിങ്ങളെ ജസ്റ്റ് നിങ്ങളത് മൈൻഡ് ചെയ്തോളൂ, അവർക്കൊക്കെ വാല്യൂ കൊടുത്തോ, അവരുടെ പെർസ്പെക്റ്റീവ്സിനും ഒപ്പീനിയൻസിനെയൊക്കെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഒരാൾക്കും ടു മച്ച്, ഒരുപാട് കൺസിഡറേഷൻ, ഒരുപാട് വാല്യൂ കൊടുക്കരുത്. ഓക്കെ, നമ്മൾ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാം, പക്ഷേ ഒരാളുടെ ഒപ്പീനിയനും ഒരാളുടെ പെർസ്പെക്റ്റീവിനും നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ആവരുത്. ഒരുപാട് അതിനെ എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇത് വരരുത്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാം, എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കാം. ഓക്കെ, സ്റ്റിൽ നമ്മൾ ഒരാളുടെ ആ ഒരു ഒപ്പീനിയൻ കാരണം ഇങ്ങനെ സംഭവിച്ചു, അത് എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഒരുപാട് ഒപ്പീനിയൻസ് കേൾക്കുമ്പോൾ ഒരാളുടെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിൽക്കായിരുന്നു, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, അങ്ങനെയൊന്നും സംഭവിക്കരുത്. എല്ലാവരുടെ ഒപ്പീനിയൻസ് വാല്യൂ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds worth of distance run, yours is the earth and everything that's in it. അതായത് നിങ്ങൾക്ക് ഓരോ മിനിറ്റും നിങ്ങൾ ഉപയോഗിക്കണം, ഫുള്ളി ഉപയോഗിക്കണം. നമുക്കുള്ള 60 സെക്കൻഡ്സും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതായത് നിങ്ങൾ നമുക്ക് ഉള്ള ടൈം എല്ലാനും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ടൈമും നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. നമുക്ക് എപ്പോഴും ഓരോ സെക്കൻഡിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒറ്റ സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞേക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ യുവേഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാം നമ്മുടെ ആവുമെന്നാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിക്കാൻ പറ്റും എന്നുള്ളൊരു മീനിങ് ആണ്. ആൻഡ് വിച്ച് ഇസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. അതേപോലെ തന്നെ നിനക്ക് ഒരു പെർഫെക്റ്റ് മാൻ, അങ്ങനെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് മാനായി മാറാനായിട്ട് പറ്റും. മൈ സൺ. ഓക്കെ, മൈ സൺ എന്നിവിടെ സണ്ണ് കൊടുക്കുന്ന അഡ്വൈസസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു വേർഡിൽ നിന്നാണ്. ഫാദർ സണ്ണ് കൊടുക്കുന്ന അഡ്വൈസസ് ആണ് ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് പോയിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ പെർഫെക്റ്റ് മാൻ ആവാം എന്നുള്ളൊരു റിസൾട്ടുമാണ് പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.